തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ എസ്എഫ്ഐ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം. എസ്എഫ്ഐ പ്രവർത്തകന്റെ പരാതിയിലാണ് പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയ്ക്കാണ് മർദ്ദനമേറ്റത്. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ വാർത്ത വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ? പോലീസുകാരന് എതിരെ ആണ് ആക്രമണം നടന്നത്, പിന്നെ എന്തുകൊണ്ടാണ് പോലീസുകാരനെതിരെ കേസെടുത്തത്? SFI പ്രവർത്തകർക്കെതിരെ എടുക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളൊരു ചോദ്യം. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? ആസ്മിത, കഴിഞ്ഞ ന്യൂ ഇയർ തലേന്ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് വെച്ച് ഒരു അക്രമ സംഭവം ഉണ്ടായിരുന്നു. അതായത് അവിടെ സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷം നിയന്ത്രിക്കാൻ എത്തിയ മിഥുൻ റോയ് അടക്കം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മിഥുൻ റോയ് അടക്കം ലാത്തി വീശുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ SFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റെന്നൊക്കെ ആരോപണവും പിന്നീട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തതാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 3 മണിയോടുകൂടി തിരുവനന്തപുരം ട്രാവങ്കൂർ മാളിൽ ഈ മിഥുൻ റോയും സഹോദരിയും എത്തിയപ്പോൾ ഈ SFI പ്രവർത്തകർ പിന്തുടർന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SFI പ്രവർത്തകരും ദൃശ്യങ്ങൾ പകർത്തിക്കൂടാതെ മോളിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ആ സാഹചര്യത്തിൽ വളരെ വിചിത്രമായ നടപടി പോലീസിൽ ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമർഷമായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ SFIക്കാർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥരും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പ് ചുമത്തിയാണ് വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. SFI പ്രവർത്തകർക്കെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, ചെറിയ രീതിയിലുള്ള മർദ്ദനശ്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. എന്നാൽ പോലീസുകാരനായ മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ സംഭവം പോലീസ് സേനയ്ക്കുള്ളിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. മാത്രമല്ല, ഈ പോലീസുകാർ പ്രത്യേകിച്ച് ശംഖുമുഖ സംഭവത്തിന് ശേഷം മിഥുൻ റോയ് അദ്ദേഹം മെഡിക്കൽ അവധിയിലായിരുന്നു. ഈ പോലീസുകാരെ പിന്തുടർന്ന SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ തന്നെ കേസെടുത്തതിൽ വലിയ അമർഷം ഇപ്പോൾ പോലീസ് സേനയ്ക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന വിമർശനം അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് പോലീസ് തലപ്പത്തെ ഇപ്പോൾ ഉയർന്ന ചോദ്യം. സ്മിത, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.